ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കിടിലൻ ട്വിസ്റ്റുകളും ഒക്കെയുള്ള ഒരു മൂവിയുടെ സ്റ്റോറിയാണ്. ഭാര്യയുടെ ഫോണിൽ അവൾ അറിയാതെ രഹസ്യ ക്യാമറ വെക്കുന്ന ഭർത്താവ്, അതിൽ കൂടി അയാൾക്ക് കാണേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അധികം ലേറ്റ് ആക്കാതെ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് മാർട്ടിനെയും അവൻ്റെ ഭാര്യയായിട്ടുള്ള ലീനയെയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമെന്ന് പറയാനായിട്ട് ആരും തന്നെയില്ല. രണ്ടുപേരും പരസ്പരം ഒത്തിരി സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അവരുടെ ലൈഫും വളരെ ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ലീന രാവിലെ കോഫി ഇടാനായി കിച്ചണിൽ കയറുമ്പോൾ അവൾ അവിടെ ഒരു ലെറ്റർ കാണുകയാണ്. ഇതുപോലെ ഒരു ലെറ്റർ മറ്റൊരിടത്തുണ്ട്, അത് പോയി നോക്കാനാണ് അതിലുള്ളത്. അങ്ങനെ അവൾ അടുത്ത ലെറ്റർ പോയി നോക്കുന്നു. അലമാര ഓപ്പൺ ആക്കാനാണ് അതിലുള്ളത്. മാർട്ടിൻ എന്തോ ഒരു സർപ്രൈസ് അവിടെ ലീനയ്ക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൾ അലമാര ഓപ്പൺ ആക്കിയപ്പോൾ ശരിക്കും ഞെട്ടിയത് മാർട്ടിൻ ആയിരുന്നു. കാരണം മാർട്ടിൻ അവൾക്ക് വേണ്ടി വെച്ച ആ ഒരു ഗിഫ്റ്റ് ആയിരുന്നില്ല അവിടെ, മറിച്ച് അവൾ അവന് വേണ്ടി ഒരുക്കിയ ഗിഫ്റ്റ് ആയിരുന്നു. ലീന പറയുന്നുണ്ട്, മോനെ മാർട്ടിനെ, നീ എനിക്ക് സർപ്രൈസ് തരാനൊന്നും നോക്കണ്ട, നിനക്കത് ജന്മത്ത് സാധിക്കത്തില്ല. സർപ്രൈസ് അതൊക്കെ ഞാൻ നിനക്ക് തരും. മാർട്ടിൻ ആകെ ചമ്മി പോവാണ്. അങ്ങനെ അവൻ ജോലിക്ക് പോകാനായി പോകുന്നു. പോകുന്ന വഴിയിൽ അവൻ്റെ മാനേജറും ബെസ്റ്റ് ഫ്രണ്ടും കൂടിയായിട്ടുള്ള പോൾ അവനെ വിളിക്കുന്നുണ്ട്. എടാ, പിന്നെ നമ്മുടെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഓണർ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്നൊന്നും അറിയില്ല, നീ ഒന്ന് പോയി കണ്ടു നോക്ക്. ശരിയടാ, ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കുന്നു. ശേഷം അവൻ ഓഫീസിലെത്താണ്. അവിടെ ചെന്നപാടെ ഒരു ഓഫീസ് സ്റ്റാഫുമായിട്ട് മാർട്ടിൻ സംസാരിക്കുന്നുണ്ട്. നിന്റെ റിലേഷൻഷിപ്പൊക്കെ എങ്ങനെ പോകുന്നു? എടാ, പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ഒന്നും വിചാരിക്കരുത്. നീ നിന്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളെ സർപ്രൈസ് ചെയ്യിക്കാറുണ്ടോ? നിന്റെ കയ്യിൽ കിടിലൻ സർപ്രൈസിനുള്ള ഐഡിയ വല്ലതും ഉണ്ടോ? ഇത് കേട്ട ആ ഒരു ഓഫീസ് സ്റ്റാഫ് പറയുന്നുണ്ട്, ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒരു കിടിലൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അവൾ അതിൽ ശരിക്കും സർപ്രൈസ് ആയിട്ടുമുണ്ട്. നമ്മളുടെ പാർട്ട്ണറുടെ ഫോണിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഹൈഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതൊരു ഹിഡൻ ക്യാമറ ആപ്പാണ്. അതിൽ കൂടി അവരുടെ ക്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്കൊരു വീഡിയോ പോലെ കാണിച്ചു കൊടുക്കുക. അവർ തീർച്ചയായിട്ടും സർപ്രൈസ് ആകും. ഇതൊക്കെ കേട്ടതിന് ശേഷം മാർട്ടിൻ ഇപ്പോൾ വീട്ടിൽ വന്ന് ലീന ഉറങ്ങുന്ന സമയം നോക്കി അവളുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മാർട്ടിൻ ജോലിക്കും പോകുന്നുണ്ട്. ജോലിയുടെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ അവൻ അവൻ്റെ ലാപ്ടോപ്പിൽ കൂടി ലീനയുടെ ക്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഒക്കെ പകർത്താനായി നോക്കുകയാണ്. ആ സമയത്താണ് അവനെ ആ ഒരു ടീ ഫാക്ടറിയുടെ ഓണറായിട്ടുള്ള റെഡ്ഡി വിളിക്കുന്നത്. ആ സമയം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലാപ്ടോപ്പിലെ വിഷ്വൽസ് ഒന്നും തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല. ആ സമയം ലീന മറ്റാരോടോ സംസാരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ആ ഒരു റെഡ്ഡി വിളിച്ചതിനെ തുടർന്ന് മാർട്ടിൻ അയാളെ കാണാനായി പോവാണ്. അയാളാകട്ടെ ഒരു ഓഫർ തന്നെ ഇപ്പോൾ മാർട്ടിൻ്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പോളിനുള്ള പോലത്തെയുള്ള റിസോർട്ടും ഒക്കെ തന്നെ ഈ ഒരു റെഡ്ഡിക്കുമുണ്ട്. മാർട്ടിനെ ഇയാളുടെ ആ ഒരു കമ്പനിയിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഓഫർ മാർട്ടിൻ നിരസിക്കുന്നുണ്ട്. തനിക്ക് അച്ഛനും അമ്മയും ഒന്നും തന്നെയില്ല, ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. ആ സമയം തൊട്ട് തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പോളിൻ്റെ അച്ഛനാണ്. പിന്നെ പോൾ എനിക്ക് വെറുമൊരു മുതലാളി മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കമ്പനി വിട്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം ലീനയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള വീഡിയോ തയ്യാറാക്കിക്കൊണ്ടും ഇരിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം ഓഫീസിൽ വന്ന് അവൻ ആ ഒരു ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന സമയം തൻ്റെ ഭാര്യ ലീന ആരോടോ സംസാരിച്ചിരിക്കുന്നത് മാർട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ വന്നിരിക്കുന്നത് ഒരാണാണെന്നും അവൻ ഉറപ്പാവുന്നു. എന്നാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അവന് കേൾക്കാനായി സാധിക്കുന്നില്ല. കാരണം ഓഡിയോയുടെ ആ ഒരു ഓപ്ഷൻ ആ ഒരു ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയം തന്നെ അവനൊരു മെസ്സേജ് അവൾക്ക് അയക്കുന്നുണ്ട്. എങ്കിലും അവളത് സീൻ ചെയ്തിട്ട് റിപ്ലൈ പോലും കൊടുക്കുന്നില്ല. ഇതും കൂടി ആയപ്പോൾ മാർട്ടിന് ശരിക്കും ദേഷ്യവും സംശയവും എല്ലാം കൂടി വരികയാണ്. വീട്ടിലെത്തുന്ന അവൻ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. കാര്യം ലീന അന്വേഷിക്കുമ്പോൾ അവൻ ഒന്നുമില്ല എന്ന് പറയുകയാണ്. ഞാൻ രാവിലെ മെസ്സേജ് ഇട്ടിട്ടും നീ അതിന് റിപ്ലൈ തന്നില്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, അതോ ഞാൻ ഫോൺ നോക്കിയതേയില്ല, ഭയങ്കര തലവേദനയായിരുന്നു എന്നാണ്. ഇതും കൂടി കേൾക്കുമ്പോൾ അവൻ്റെ നെഞ്ച് പാട്ടപാടെ ഇടിക്കുന്നു. കാരണം അവൾ കള്ളമാണ് പറഞ്ഞത് എന്ന് അവനറിയാം. ഈ ഒരു നിമിഷം മുതൽ മാർട്ടിന് സംശയരോഗം പിടിക്കുകയാണ്. ഓരോ ദിവസവും ഇതിങ്ങനെ തുടരുന്നു. അങ്ങനെ അവൻ ആ ഒരു ആപ്ലിക്കേഷനിൽ ഓഡിയോ ആക്സസ് കൊടുക്കുകയാണ്. മാത്രമല്ല അവളുടെ വാട്സപ്പും അവൻ അവൻ്റെ ഫോണുമായി കണക്റ്റ് ആക്കി വെക്കുന്നു. അതിനുശേഷം അവനില്ലാത്ത സമയം ആരാണ് അവിടെ വരുന്നതെന്നറിയാൻ ഒരു ഹിഡൻ ക്യാമറയും അവൻ്റെ വീട്ടിൽ അവൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ അടുത്ത ദിവസം ഓഫീസിൽ വന്നതിന് ശേഷവും അവളെ അവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പിൽ അവൾ ആരോടോ ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവൻ കാണും. അങ്ങനെ അവൻ ഉറപ്പാവുകയാണ് അവൾ തന്നെ ചതിക്കുകയാണെന്നുള്ളത്. ആ ഒരു CCTVയിൽ കൂടി ആളെയും അവൻ കാണുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളും അവൻ കേൾക്കുവാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം എന്നൊക്കെ. ഇതും കൂടി കേൾക്കുമ്പോൾ അവൻ ആകെ വട്ടടിക്കുകയാണ്.
പ്ലാനോ എന്തു പ്ലാൻ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇപ്പോൾ അവൻ വീട്ടിലേക്ക് എത്തുന്നു. ലീന ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോൺ അവൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നാളെ 3 മണിക്ക് ഒരിടത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസമായി. ലീന അയാളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഓഫീസിലിരുന്ന ലാപ്ടോപ്പിലൂടെ മാർട്ടിൻ കാണുന്നുണ്ട്. ലീനയും ആ ഒരാളും കൂടി സംസാരിക്കുന്നത് ഇപ്പോൾ മാർട്ടിൻ കേൾക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, നീ അത് വെച്ച് അവനെ അങ്ങ് കൊന്നുകളാ, അല്ലെങ്കിൽ ഫുഡിൽ വിഷം കലർത്തിയോ അവനെ അങ്ങ് തീർത്തേക്ക്, അതിനുശേഷം നമുക്കൊരുമിച്ച് ജീവിക്കാമെന്ന് അയാൾ ഇപ്പോൾ ലീനയോട് പറയാണ്. ഇത് കേൾക്കുന്ന മാർട്ടിൻ ശരിക്കും തകർന്നു പോകുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി രാത്രി കിടന്നുറങ്ങുമ്പോൾ ലീനയും അയാളും കൂടി മാർട്ടിനെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അവൻ ആ ഒരു വീട്ടിൽ ഭയത്തിലാണ് ജീവിക്കുന്നത്. അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അത്യാവശ്യമായി നീ എനിക്കൊരു ഗണ്ണ് കൊണ്ട് തരണമെന്നും പറയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം മാർട്ടിൻ ജോലിക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ജോലിക്ക് പോകാതെ ലീന എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീന ഇപ്പോൾ പോകുന്നത് ഏതോ ഒരു പഴയ വീട്ടിലേക്കാണ്. അവളെ ഫോളോ ചെയ്ത മാർട്ടിനും അവിടേക്ക് എത്തുന്നു. അവളിപ്പോൾ വന്നിരിക്കുന്നത് അവളുടെ ആ ഒരു കാമുകന്റെ അടുത്തേക്കാണ്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലീന പെട്ടെന്ന് മാർട്ടിനെ കൊല്ലാൻ വേണ്ടി അവരെടുത്ത ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ കാമുകനെ വെടിവെക്കുകയാണ്. അതിനുശേഷം അവൾക്ക് ഒരു കോൾ വരുന്നുണ്ട്. ആ വിളിച്ചയാളോട് അവൾ പറയും ഞാൻ അജിത്തിനെ കൊന്നുവെന്ന്. അതിനുശേഷം ആ വിളിച്ചയാളെ കാണാനായിട്ട് അവൾ പോവാണ്. അതൊക്കെ തന്നെ മാർട്ടിൻ ഒളിഞ്ഞിരുന്ന് വാച്ച് ചെയ്യുന്നു. ലീന മീറ്റ് ചെയ്യാൻ വന്നത് മറ്റാരെയും ആയിരുന്നില്ല, ആ ഒരു റെഡ്ഡിയെയാണ്. ലീനയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം അയാളുടെ കയ്യിലുണ്ട്. ആ സെയിം സാധനം അജിത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അജിത്തിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പരസ്പരം കൈമാറിയതിനു ശേഷം ലീന അവിടെ നിന്നും അജിത്തിന്റെ ബോഡി കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവൾ ഭയങ്കരമായി തന്നെ കരയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മാർട്ടിൻ അവിടേക്ക് വരുന്നത്. മാർട്ടിനെ കാണുമ്പോൾ തന്നെ ലീന ഭയങ്കരമായി ഷോക്കാവുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നീ ശരിക്കും ആരാണ് എന്നൊക്കെ തന്നെ മാർട്ടിൻ ഇപ്പോൾ അവളോട് ചോദിക്കുകയാണ്. ലീന ആ സമയം ഒരു വീഡിയോ അവനെ കാണിച്ചു കൊടുക്കുന്നു. അത് മാർട്ടിനും മറ്റേതോ ഒരു പെണ്ണുമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇത് കണ്ട് മാർട്ടിൻ ഞെട്ടിപ്പോവാണ്. ആ സമയം ലീന അവനോട് പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട, ഇത് മോർഫ് ചെയ്തൊരു വീഡിയോയാണ്. അജിത്ത് ആ ഒരു റെഡ്ഡിയുടെ ആളാണ്. ഈ വീഡിയോ വെച്ചിട്ടാണ് അവനെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത അവൻ്റെ കൂടെ ജീവിക്കാനായി നിർബന്ധിച്ചത്. അതുകൊണ്ട് ഞാൻ അവനെ കൊന്നുകളഞ്ഞു. ഇത് ഞാൻ നിന്നോട് പറയാതെ ഇരുന്നത് നിനക്ക് ഒരു ചെറിയ വിഷമം പോലും താങ്ങാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചു. ആ റെഡ്ഡി ഇതൊക്കെ തന്നെ ചെയ്തത് നീ തയ്യാറാക്കിയ എന്തൊക്കെയോ ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതൊക്കെ തന്നെ അയാൾക്ക് കൊടുത്തു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മാർട്ടിന് ഒരു ആശ്വാസം തന്നെ തോന്നുകയാണ്. കാരണം ലീന തന്നെ ചതിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ലീനയെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അജിത്തിന്റെ ബോഡി കുഴിച്ചിടാനായി പോകുന്നു. ആ സമയം അവൻ്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വരാണ്. വിളിച്ചയാൾ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്, അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആദ്യമൊന്ന് പതറിപ്പോയെങ്കിലും അവൻ ആ ഒരു ബോഡി കുഴിച്ചിട്ടതിന് ശേഷം അവൻ വീട്ടിലേക്ക് വന്ന് ലീനയോട് ചോദിക്കുകയാണ് നീ ആ റെഡ്ഡിക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന്. അവൾ ആ ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു, അതായത് മാർട്ടിൻ അവളുടെ ഫോണിലെടുത്ത അതേ ആപ്ലിക്കേഷൻ. അങ്ങനെ ഇപ്പോൾ അവൻ ആ ഒരു ന്യൂസും കാണുന്നുണ്ട്. അതിൽ അജിത്തിന്റെ മരണത്തെക്കുറിച്ചിട്ടുള്ള വാർത്തയാണ്. പോരാത്തതിന് മാർട്ടിൻ അയാളെ കൊല്ലുന്ന വിഷ്വൽസും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇപ്പോൾ മാർട്ടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് മനസ്സിലാക്കി മാർട്ടിൻ ലീനയോട് യാത്ര പറഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അതിനുശേഷം അവൻ ആ ഒരു ഗണ്ണ് കൊടുത്ത് ഇന്ദ്രജിത്ത് എന്ന ഫ്രണ്ടിനെ അവൻ പോയി കാണുകയാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഫോൺ വാങ്ങി മാർട്ടിൻ വിളിക്കുന്നത് പോളിനെയാണ്. മാർട്ടിൻ അവനോട് സഹായം ചോദിക്കുകയാണ്, എടാ നീ എനിക്കൊരു കാറ് വിട്ട് തരുമോ എന്ന്. അങ്ങനെ പോള് കൊടുത്ത കാറും കൊണ്ട് അവൻ നേരെ പോകുന്നത് ആ ഒരു റെഡ്ഡിയെ കാണാനാണ്. ആ റെഡ്ഡി അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. റെഡ്ഡി ഇപ്പോൾ ഒരു സ്ഥലത്ത് ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരാൾ വന്നു കഴിയുമ്പോൾ മാർട്ടിൻ ആകെ ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോളാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു റെഡ്ഡിയുമായി സംസാരിച്ചതിന് ശേഷം പോൾ ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. അവനെ ഫോളോ ചെയ്ത മാർട്ടിനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ മാർട്ടിനെ പറ്റിയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് പോൾ അവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ കാണും. അവൻ അതൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പോൾ അവിടേക്ക് വരികയാണ്. പോളിനെ കണ്ടപാടെ മാർട്ടിൻ അവനെ ഇടിക്കുന്നു. പോൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ മാർട്ടിൻ ഇപ്പോൾ അവനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പോൾ ഇപ്പോൾ സത്യങ്ങൾ തുറന്ന് പറയുകയാണ്, നിന്നോട് ഞാനും എൻ്റെ അച്ഛനും പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല. നിൻ്റെ അച്ഛന് കോടിക്കണക്കിന് സ്വത്തിൻ്റെ ആസ്തി ഉണ്ടായിരുന്നു. 3000 ഏക്കറുള്ള ഒരു ലാൻഡ് വരെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ആ ലാൻഡ് നോക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു അപകടത്തിൽ നിന്റെ അമ്മ മരിച്ചുപോയി. നിന്റെ അച്ഛൻ വീൽ ചെയറിലുമായി. ആ സമയം മാർട്ടിൻ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പം എൻ്റെ അച്ഛനെ കൊന്നതും നിങ്ങളാണല്ലേ എന്ന്. ആ സമയത്താണ് പോളിൻ്റെ അച്ഛനായിട്ടുള്ള തോമസ് അവിടേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കുന്നത്. നീ
അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിന്റെ അച്ഛൻ കുറേ കാലങ്ങളായി ആ വീൽ ചെയറിലിരുന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. ഇതൊക്കെ കേൾക്കുന്ന മാർട്ടിൻ ആകെ തകർന്നു പോവാണ്. കാരണം ഇത്രയും നാൾ തൻ്റെ സ്വന്തമെന്ന് കരുതിയ അങ്കിൾ, പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോൾ, ഇവരൊക്കെ തന്നെ ചതിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തന്നെ ഇങ്ങനെ അവർ എന്തുകൊണ്ട് ജീവനോടെ വെച്ചു എന്നറിയാനായി പോവാണ്. കാരണം അവനെ അവർക്ക് വേണ്ടി ചെറുപ്പത്തിലെ കൊല്ലാമായിരുന്നു. എന്നാൽ അവനെ അവർ കൊന്നില്ല. സോ അതിൻ്റെ പുറകിൽ ഇപ്പോൾ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മാർട്ടിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ അവന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. മാർട്ടിൻ്റെ അച്ഛൻ ഈ ഒരു സ്വത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ്റെ പേരിലാണ്. അവൻ എന്തെങ്കിലും പറ്റിയാൽ ഈ സ്വത്തുക്കളൊക്കെ തന്നെ നേരെ അനാഥാലയത്തിൽ വന്നു ചേരും. അങ്ങനെ ഈ ഒരു സമയത്ത് പോലീസ് അവിടേക്ക് വരികയും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ലീന അവനെ ജയിലിൽ പോയി കാണുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് ലീനയെ വിളിക്കുകയാണ്. ലീന തോമസ്, നിങ്ങളുടെ സമയം കഴിഞ്ഞുവെന്ന്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവൻ ആകെ ഷോക്കാവാണ്. കാരണം അവളുടെ അച്ഛൻ്റെ പേര് മഹാദേവൻ എന്നല്ലേ, പിന്നെ എന്താണ് ലീന തോമസ് എന്ന് വിളിച്ചത്? അവൻ അങ്ങനെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ആ ഒരു സമയം ലീനയുടെ മുഖത്ത് ഇപ്പോൾ ഒരു ചിരി വരികയാണ്. ലീന മറ്റാരുമല്ല, പോളിൻ്റെ സഹോദരിയാണ്. ചെറുപ്പം തൊട്ടേ തോമസ് ഈ പ്ലാനുകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ലീനയെ ആ ഒരു അനാഥാലയത്തിൽ ആരുമില്ലാത്തവരെ പോലെ തോമസ് കൊണ്ടുവിടുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ മാർട്ടിനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ. പോളിൻ്റെയും ലീനയുടെയും ചെറുപ്പം തൊട്ട് തോമസ് ഇവരിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നത് മാർട്ടിൻ്റെ പേരിലുള്ള ആ ഒരു 3000 ഏക്കർ തട്ടിയെടുക്കുക എന്നതാണ്. അങ്ങനെ കേട്ട് ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നായി അത് മാറി. ലീന അവനോട് പറയുന്നുണ്ട്, നീ മരിച്ചാൽ നിന്റെ സ്വത്ത് അനാഥാലയത്തിലല്ല പോവുക, നിന്റെ ബന്ധുക്കൾക്കാണ്. നിന്റെ ഒരേ ഒരു ബന്ധു, അത് ഭാര്യയായിട്ടുള്ള ഞാൻ മാത്രമാണ്. നീ മരിച്ചാൽ ഈ സ്വത്തുക്കളൊക്കെ തന്നെ വന്നു ചേരാൻ പോകുന്നത് എനിക്കാണ്. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ പ്രതികാരം ചെയ്യാം എന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടോ. അല്ല, നിനക്കെങ്ങനെ പുറത്തു വരാനും സാധിക്കില്ല. ഇതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാസായിട്ട് പോകുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മാർട്ടിൻ ശരിക്കും തകർന്നു പോവാണ്. അവൻ ഇല്ലാതായി പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ മാസങ്ങൾ കഴിയുന്നു. അവനിപ്പോൾ അവൻ്റെ ഈ ഒരു അവസ്ഥയുമായിട്ട് പതിയെ അഡ്ജസ്റ്റ് ആവാനായി തുടങ്ങാണ്. ആ സമയത്ത് ആ ഒരു ജയിലിലേക്ക് അവനെ രക്ഷിക്കാൻ അവൻ്റെ സുഹൃത്തായിട്ടുള്ള ഇന്ദ്രജിത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലൊന്നും അല്ല അവൻ മാർട്ടിനെ രക്ഷിക്കുന്നത്. അവനെ രക്ഷിച്ചാൽ അവന് സ്വന്തമായിട്ടുള്ള ആ ഒരു 3000 ഏക്കറിൽ നിന്ന് ഒരു ചെറിയൊരു വിഹിതം ഇന്ദ്രജിത്തിന് കൊടുക്കണം. അങ്ങനെ മാർട്ടിൻ ഓക്കെ പറയാണ്. പ്രതികാരം വീട്ടണമെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അങ്ങനെ അവർ ജയിലിലെ തന്നെ ഒരു ഗുണ്ടത്തലവനെ പോയി കാണുകയാണ്. അങ്ങനെ അയാളുമായിട്ടും മാർട്ടിൻ ഒരു ഡീൽ വെക്കുന്നുണ്ട്. തന്നെ സഹായിച്ചാൽ ആ ഒരു 3000 ഏക്കറിൽ നിന്നും 1000 ഏക്കർ അത് നിങ്ങൾക്കുള്ളതാണ്. ഇത് ആ ഒരു ഗുണ്ടാത്തലവനും ഓക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു ഗുണ്ടാത്തലവന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ലീന, പോൾ, തോമസ് ഇവർ എങ്ങോട്ട് തിരിഞ്ഞാലും അതുടൻ തന്നെ മാർട്ടിന് അറിയാനായി സാധിക്കുകയാണ്. അങ്ങനെ ലീനയെ മാർട്ടിൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു മൂവി എക്സ്പ്ലനേഷൻസിൽ കാണാം. ബൈ ബൈ.